CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി ഭാരതപ്പുഴയിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. പെരുമുടിയൂർ നമ്പ്രം സ്വദേശി കരുവാൻകുഴി മുജീബ് റഹ്മാന്റെ മകൻ 17 വയസ്സുകാരനായ മുഹമ്മദ് നാഫിയാണ് മരിച്ചത്. പെരുമുടിയൂർ പ്രദേശത്തെ ഇറിഗേഷന്റെ പമ്പ് ഹൌസിന് സമീപം ബുധനാഴ്ച വൈകിട്ടാണ് അപകടം ഉണ്ടായത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും വീണ്ടും കഞ്ചാവ് പിടികൂടി. ബാഗുകളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. 3 കിലോ 700 ഗ്രാം തൂക്കം വരുന്ന കഞ്ചാവാണ് ട്രെയിനിലെ സീറ്റിനടിയിൽ നിന്ന് കണ്ടെത്തിയത്. പോലീസ് തെളിവെടുപ്പിനിടെ പോലീസിന്റെ തോക്ക് തട്ടിപ്പറിക്കാൻ മോഷ്ടാവിന്റെ പരാക്രമം. പാലക്കാട് കൽമണ്ഡപത്ത് നടന്ന മോഷണക്കേസിൽ തെളിവെടുപ്പ് നടത്തുന്നതിനിടെ പ്രതി മണിമാരനാണ് പോലീസിന് നേരെ പരാക്രമം നടത്തിയത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ കരിങ്കലത്താണി മണലുംപുറത്ത് രൂപപ്പെട്ട വൻകുഴികൾ അപകടക്കെണിയൊരുക്കുന്നു. ചെറുതും വലുതുമായ നിരവധി കുഴികളാണ് ദേശീയപാതയിൽ രൂപപ്പെട്ടിട്ടുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 2,32,381 വോട്ടർമാർ. ഇതിൽ 7,787 പേർ പുതിയ വോട്ടർമാരാണ്. 373 പ്രവാസി വോട്ടർമാരും 324 സർവീസ് വോട്ടർമാരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. പട്ടാമ്പി ഭാരതപ്പുഴയിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. പെരുമുടിയൂർ നമ്പ്രം സ്വദേശി കരുവാൻകുഴി മുജീബ് റഹ്മാന്റെ മകൻ 17 വയസ്സുകാരനായ മുഹമ്മദ് നാഫിയാണ് മരിച്ചത്. പെരുമുടിയൂർ പ്രദേശത്തെ ഇറിഗേഷന്റെ പമ്പ് ഹൌസിന് സമീപം ബുധനാഴ്ച വൈകിട്ടാണ് അപകടം ഉണ്ടായത്. ബുധനാഴ്ച വൈകുന്നേരം 6 മണിയോടെയാണ് വിദ്യാർത്ഥിയെ പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. തുടർന്ന് നടത്തിയ തിരച്ചിലാണ് വ്യാഴാഴ്ച ഉച്ചയോടുകൂടി മൃതദേഹം കണ്ടെത്തിയത്. ഫയർഫോഴ്സ്, സ്കൂബ ഡൈവേഴ്സ്, സിവിൽ ഡിഫൻസ്, ട്രോമ കെയർ, നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ തന്നെ പുഴയിൽ വ്യാപക തിരച്ചിൽ ആരംഭിച്ചിരുന്നു. മുങ്ങൽ വിദഗ്ധരായ പൈലിപ്പുറം ബാബുവും മകനും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സുഹൃത്തിനൊപ്പം പുഴയിലേക്ക് പോയ നാഫി അക്കരെ വരെ നീന്തി മീൻ പിടിച്ച ശേഷം തിരിച്ച് നീന്തുന്നതിനിടെയാണ് ഒഴുക്കിൽപ്പെട്ടത്. CCN പട്ടാമ്പി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും വീണ്ടും കഞ്ചാവ് പിടികൂടി. ബാഗുകളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. 3 കിലോ 700 ഗ്രാം തൂക്കം വരുന്ന കഞ്ചാവാണ് ട്രെയിനിലെ സീറ്റിനടിയിൽ നിന്ന് കണ്ടെത്തിയത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 എത്തിയ തിരുവനന്തപുരം ശ്രീഗംഗ നഗർ ട്രെയിനിൽ ജനറൽ കോച്ചിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. 12/6/2025 തീയതി ഇന്നിവിടെ ഉച്ചയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ മംഗലാപുരത്ത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഗംഗാനഗർ തീവണ്ടിയിൽ ജനറൽ ബാഗിൽ ജനറൽ കോച്ചിൻ്റെ മുൻഭാഗത്തു നിന്ന് ഏകദേശം 3.5 കിലോയോളം 3,700ഓളം തൂക്കമുള്ള കഞ്ചാവ് കണ്ടെടുക്കാൻ പറ്റി. വരും ദിവസങ്ങളിലും കൂടുതൽ പരിശോധന ഉണ്ടാകുന്നതാണ്. കുറച്ചെങ്കിലും സമൂഹത്തിൽ എത്തുന്നത് തടയിടാൻ വരെ ഞങ്ങൾ ശ്രമിക്കും. റെയിൽവേ SI അനിൽ മാത്യു, SI CV ഹരിദാസ്, ഗോകുൽദാസ്, ശ്യാം, സ്പെഷ്യൽ ബ്രാഞ്ച് ASI സുരേഷ്, SCPO ശശിനാരായണൻ, അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. CCN ഷൊർണൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 2,32,381 വോട്ടർമാർ. ഇതിൽ 7,787 പേർ പുതിയ വോട്ടർമാരാണ്. 373 പ്രവാസി വോട്ടർമാരും 324 സർവീസ് വോട്ടർമാരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. നമ്മുടെ മണ്ഡലത്തിൽ ആകെ വോട്ടർമാരുള്ളത് 2,32,381 പേരാണ് ആകെ വോട്ടർമാരുള്ളത്. ആബ്സെന്റി വോട്ടേഴ്സ് എന്നൊരു കാറ്റഗറി, അതായത് 85 വയസ്സിന് മേളിലുള്ളവർക്കും
32,381 232,381 2,32,381. വീടുകളിൽ നിന്ന് വോട്ട് ചെയ്യാനുള്ള അവസരം ചില കാറ്റഗറിയിലുള്ളവർക്കുണ്ട്. 85 വയസ്സിന് മേളിലുള്ളവരും ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ളവർക്ക് വീടുകളിൽ നിന്ന് വോട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത് ഇന്നലെ മുതൽ 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയാണ്. അങ്ങനെ അതിനുവേണ്ടി 10 ടീമുകളെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ ടീമിലും ഒഫീഷ്യൽസും വീഡിയോഗ്രാഫറും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നാണ് വീടുകളിൽ സന്ദർശിക്കുന്നത്. അങ്ങനെ 10 ടീമുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ നമ്മുടെ ഇലക്ട്രൽ റോൾ പ്രകാരം 2,302 പേരാണ് ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിലുള്ളത്. പക്ഷെ അതിൽ 316 പേര് മാത്രമാണ് വീടുകളിൽ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ഫോം 12D പൂരിപ്പിച്ച് നൽകിയിട്ടുള്ളത്. സീനിയർ സിറ്റിസൺസ് 85 വയസ്സിന് മേലുള്ളവർ ഇലക്ട്രൽ റോൾ പ്രകാരം 1,370 പേരാണ്. അതിൽ 938 പേരാണ് വീടുകളിൽ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സമ്മതപത്രം നൽകിയിട്ടുള്ളത്. മറ്റുള്ളവരെല്ലാം തന്നെ ഈ കാറ്റഗറിയിലുള്ളവരാണെങ്കിലും നേരിട്ട് പോളിംഗ് സ്റ്റേഷനിൽ വന്ന് വോട്ട് ചെയ്യുന്നതിനാണ് അവര് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ക്രമീകരണം, വീൽ ചെയർ പോലെയുള്ള ക്രമീകരണങ്ങൾ പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടാകും. വോളണ്ടിയർമാരുണ്ടാകും അവരെ സഹായിക്കുന്നത്. ജൂൺ 19 നടക്കുന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ആകെ 2,32,381 പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പട്ടികയിലെ എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നും ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദ് നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. 1,13,613 പുരുഷ വോട്ടർമാരും 1,18,760 വനിതാ വോട്ടർമാരും 8 ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നതാണ് മണ്ഡലത്തിലെ പുതുക്കിയ വോട്ടർ പട്ടിക. ഇതിൽ 7,787 പേർ പുതിയ വോട്ടർമാരാണ്. 373 പ്രവാസി വോട്ടർമാരും 324 സർവീസ് വോട്ടർമാരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഹോം വോട്ടിംഗിന് അർഹരായ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട 2,302 പേരും 85 വയസ്സിന് മുകളിലുള്ള 1,370 പേരും മണ്ഡലത്തിലുണ്ടെങ്കിലും ഭിന്നശേഷിക്കാരിൽ 316 പേരും മുതിർന്ന പൗരന്മാരിൽ 938 പേരുമാണ് വീട്ടിൽ വെച്ച് വോട്ട് ചെയ്യാൻ അപേക്ഷ നൽകിയത്. ഇതുപ്രകാരം ഹോം വോട്ടിംഗിന് അനുമതി ലഭിച്ച 1,254 പേർക്കുള്ള വോട്ടെടുപ്പ് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട്. 16 വരെ ഇത് തുടരും. ഉപതെരഞ്ഞെടുപ്പിനായി 59 പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ 263 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിക്കുന്നത്. ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ 3 ബൂത്തുകളാണ് സജ്ജീകരിക്കുന്നത്. പുഞ്ചക്കൊല്ലി മോഡൽ പ്രീ സ്കൂളിലെ 42-ാം നമ്പർ ബൂത്ത്, ഇരുട്ടുകുത്തി വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ 120-ാം നമ്പർ ബൂത്ത്, നെടുങ്കയം അമ്യൂണിറ്റി സെന്റർ 225-ാം നമ്പർ ബൂത്ത് എന്നിവയാണിവ. 7 മേഖലകളിലായി 11 പ്രശ്ന സാധ്യതാ ബൂത്തുകളുണ്ട്. വനത്തിലുള്ള 3 ബൂത്തുകൾ ഉൾപ്പെടെ 14 ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വൻ സുരക്ഷാ സംവിധാനമൊരുക്കും. എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് വെബ്കാസ്റ്റിംഗ് നടത്തും. ജൂൺ 16-ന് വോട്ടിംഗ് മെഷീൻ വിതരണോദ്യോഗസ്ഥർക്കും റൂട്ട് ഓഫീസർമാർക്കും ട്രെയിനിംഗ് നൽകും. മണ്ഡലത്തിലെ ഓരോ പോളിംഗ് ബൂത്തുകളിലും പരാതികൾക്ക് ഇടവരാത്ത വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ക്രമീകരണങ്ങളും വോട്ടർമാർക്കും പോളിംഗ് ഉദ്യോഗസ്ഥർക്കുമായി ഒരുക്കിയിട്ടുണ്ട്. ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സൂക്ഷിക്കുക. 18-ാം തീയതി രാവിലെ 8 മണി മുതൽ ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യും. വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രത്തിലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ തിരികെ എത്തിക്കുക. തുടർന്ന് ഇവിടെ തന്നെ ഒരുക്കിയ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റും. ഇതിനുള്ള ക്രമീകരണം സ്കൂളുകളിൽ പൂർത്തിയായി. ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, സബ് കളക്ടർ എന്നിവർ സ്കൂളിലെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. പോളിംഗ് ടൈം നമുക്കറിയാവുന്നതുപോലെ 7 മണി മുതൽ 6 മണി വരെയാണ് പോളിംഗ് ടൈം. പോളിംഗിന് മുന്നോടിയായിട്ട് മോക്ക് പോൾ 6 മണിക്ക് നടക്കും. പോളിംഗ് 6 മണിക്ക് അവസാനിക്കുമെങ്കിലും 6 മണിക്ക് ക്യൂവിലുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകും. അത് എത്ര സമയം നീണ്ടുപോയാൽ. പക്ഷെ 6 മണിക്ക് ക്യൂവിൽ ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമാണ്. പോളിംഗ് അവസാനിക്കുന്ന സമയത്ത് ആ സമയത്ത് ക്യൂവിലുള്ളവർക്ക് ടോക്കൺ കൊടുത്തുകൊണ്ട് അതെത്ര സമയം എടുത്താലും വോട്ട് ചെയ്യുന്ന രീതിയിലാണ്. പക്ഷെ 6 മണിക്ക് ശേഷമാണ് ക്യൂവിൽ വന്ന് നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകും. വോട്ടിങ്ങിന്റെ തലേദിവസമായ 18-ഉം വോട്ടിംഗ് ഡേയും ഡ്രൈ ഡേ ആയി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടൊപ്പം വോട്ടിംഗ് ദിവസം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം അവധി നിലമ്പൂർ
നിയോജകമണ്ഡല പരിധിയിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പോളിംഗ് സമയത്ത് പോളിംഗ് സ്റ്റേഷനകത്തേക്ക് മൊബൈൽ ഫോൺസ് അനുവദനീയമല്ല. അതേസമയം ആരെങ്കിലും മൊബൈൽ കൊണ്ടുവന്നാൽ അത് കളക്ട് ചെയ്ത് വെക്കാനുള്ള സംവിധാനം പോളിംഗ് സ്റ്റേഷന് മുമ്പിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി വോളണ്ടിയർമാരുണ്ടാകും. പോളിംഗ് ഡേക്ക് ഒരു ദിവസം മുമ്പ് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ 3ാമത്തെ ലെവൽ ഓഫ് റാൻഡമൈസേഷൻ നടക്കും. അതിനു മുമ്പ് 2 റാൻഡമൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട്. പോളിംഗ് മെറ്റീരിയൽ, ആവശ്യമുള്ള പോളിംഗ് മെറ്റീരിയൽ എല്ലാം തന്നെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പോളിംഗ് മെറ്റീരിയലിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് 18-ാം തീയതിയാണ്. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ്. അവിടെ തന്നെയാണ് പോളിംഗിന് ശേഷം കൊണ്ടുവരുന്ന മെറ്റീരിയൽ സ്വീകരിക്കുന്നതും. സ്ട്രോങ് റൂമും അവിടെ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. CCN മലപ്പുറം. പോലീസ് തെളിവെടുപ്പിനിടെ പോലീസിന്റെ തോക്ക് തട്ടിപ്പറിക്കാൻ മോഷ്ടാവിന്റെ പരാക്രമം. പാലക്കാട് കൽമണ്ഡപത്ത് നടന്ന മോഷണക്കേസിൽ തെളിവെടുപ്പ് നടത്തുന്നതിനിടെ പ്രതി മണിമാരനാണ് പോലീസിന് നേരെ പരാക്രമം നടത്തിയത്. കഴിഞ്ഞ മാസം 14-നാണ് പ്രതി കൽമണ്ഡപം പ്രതിഭാനഗറിലെ പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്നും മോഷണം നടത്തിയത്. സമീപത്തെ പൂട്ടിക്കിടന്ന 3 വീടുകളിൽ നിന്ന് 8 ലക്ഷത്തോളം രൂപയാണ് ഇയാൾ കവർന്നത്. പ്രതിഭാനഗറിലെ മോഷണത്തിന് പുറമെ മണിമാരൻ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമായി 50ഓളം കവർച്ചകളും നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. CCN പാലക്കാട്. +1 പ്രവേശനത്തിനുള്ള 2ാം അലോട്ട്മെന്റ് നടപടികൾ ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെ സമാപിച്ചപ്പോൾ പാലക്കാട് ജില്ലയിൽ ബാക്കിയുള്ളത് 5292 ജനറൽ സീറ്റുകൾ. 2 ഘട്ടങ്ങളിലായി 22,162 സീറ്റുകളിലേക്കാണ് അലോട്ട്മെന്റ് വന്നിട്ടുള്ളത്. 2ാം അലോട്ട്മെന്റിൽ മാത്രം 2535 സീറ്റുകളിലാണ് പ്രവേശനത്തിന് സാധ്യതയൊരുങ്ങിയത്. 2326 പേർക്ക് ഉയർന്ന ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാനുള്ള അലോട്ട്മെന്റ് ലഭിച്ചു. 2ാം അലോട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് വിഭാഗത്തിൽ ഇനി 25 സീറ്റുകളാണ് ബാക്കിയുള്ളത്. 13,482 സീറ്റുകളിൽ പ്രവേശനത്തിന് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. ആകെ 13,507 മെറിറ്റ് സീറ്റുകളാണ് ഉള്ളത്. ഇനി 2ാം അലോട്ട്മെന്റിൽ പ്രവേശനം നേടാതെ ബാക്കിയായ സീറ്റുകൾ കൂടി ചേർത്താണ് 3ാം അലോട്ട്മെന്റ് വരിക. കൂടുതൽ സീറ്റുകൾ ഒഴിവുള്ളത് സംവരണ വിഭാഗങ്ങളിലാണ്. പട്ടികജാതി വിഭാഗത്തിൽ 258 സീറ്റും പട്ടികവർഗ വിഭാഗത്തിൽ 2188 സീറ്റും ബാക്കിയുണ്ട്. പട്ടികവർഗ വിഭാഗത്തിലെ സീറ്റുകളിലാണ് വിദ്യാർത്ഥികൾ കുറവുണ്ടാകാനിടയുള്ളതെന്നാണ് ഹയർ സെക്കൻഡറി വിഭാഗം അധികൃതർ പറയുന്നത്. മറ്റു ജില്ലകളിൽ നിന്നുൾപ്പെടെ 45,893 വിദ്യാർത്ഥികളാണ് ജില്ലയിലെ 35,000ഓളം സീറ്റുകളിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളത്. സർക്കാർ എയ്ഡഡ് മേഖലയിലുള്ള 125 സ്കൂളുകളിലാണ് ജനറൽ സീറ്റുകളിലേക്ക് പ്രവേശനം. 3ാം അലോട്ട്മെന്റോടെ അൺഎയ്ഡഡ് സ്കൂളുകളിലെ 7,500ഓളം മാനേജ്മെന്റ് സീറ്റുകളിലേക്കുള്ള പ്രവേശന നടപടികൾ തുടങ്ങും. തിങ്കളാഴ്ചയാണ് 3ാം അലോട്ട്മെന്റ് വരിക. CCN ചെറുപ്പുളശ്ശേരി. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ കരിങ്കലത്താണി മണലംപുറത്ത് രൂപപ്പെട്ട വൻകുഴികൾ അപകട കെണിയൊരുക്കുന്നു. ചെറുതും വലുതുമായ നിരവധി കുഴികളാണ് ദേശീയപാതയിൽ രൂപപ്പെട്ടിട്ടുള്ളത്. ദേശീയപാതയിലെ കുഴികൾ മഴ പെയ്തതോടെ നിറഞ്ഞ് കാണാത്ത അവസ്ഥയാണ്. അപരിചിതമായി വരുന്ന വാഹനങ്ങൾ കുഴിയിൽ വീഴുക പതിവ് സംഭവമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തതോടെ ജനകീയ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഒരു ഭാഗത്ത് നാട്ടുകാർ റോഡിന്റെ സൈഡിലുണ്ടായിരുന്ന ഡിവൈഡർ കുഴിക്ക് സമീപം വച്ചു. അപകട ഭീഷണിയായ മറുവശത്ത് പോലീസെത്തി ഡിവൈഡർ താൽക്കാലികമായി വെച്ച് പരിഹാരം കണ്ടെത്തിയെങ്കിലും ഇവയ്ക്കിടയിലുള്ള കുഴികളാണ് ഇപ്പോൾ അപകടം ഒരുക്കുന്നത്. കഴിഞ്ഞ ദിവസം ദേശീയപാതയിലെ മണലുംപുറത്ത് രൂപപ്പെട്ട കുഴിയിൽപ്പെട്ട് ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഗൃഹനാഥനായ കരിങ്കലത്താണി മരുതലയിലെ കിളിയച്ചൻ ഹംസ മരിച്ചിരുന്നു. കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് കുഴികൾ അധികൃതർ നികത്തണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കരിങ്കലത്താണി ദേശീയപാതയിലെ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ പാലത്തിന് അപ്പുറത്തുള്ള കുഴി കാരണം സ്ഥിരമായിട്ട് അപകടം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ചും മഴവെള്ളം നിറഞ്ഞിട്ട് കുഴികളുണ്ടായിട്ട് അപകടം. ഇപ്പം ഇന്നലെയും ഇവിടെ ഒരു അപകടം നടന്നിട്ട് ഓട്ടോറിക്ഷ. അപ്പോൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പറയാത്തത് കുഴി നികത്തിയിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പറയാം. CCN ചത്തല്ലൂർ. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കാഞ്ഞിക്കുളം സത്രംകാവിന് സമീപത്ത് വാഹനാപകടം.
ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. മണ്ണാർക്കാട് നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന കാറും പാലക്കാട് നിന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറുമാണ് ഇടിച്ചത്. ഇതിനിടയിൽപ്പെട്ട ഇരുചക്ര വാഹനക്കാരനും പരിക്കേറ്റു. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൈവേ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 3 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത്. CCN കോങ്ങാട്. ചെർപ്പുളശ്ശേരി BRCയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ഓട്ടിസം സെന്ററിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. മജീഷ്യൻ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും ഈ ഒരു ഉദ്ഘാടനം ഞാനിങ്ങനെ മക്കളുടെ പ്രോഗ്രാംസിനൊക്കെ ധാരാളം പോകാറുണ്ട്. ഈ സുഖമില്ലാത്ത കുട്ടികളുണ്ട്, അതേപോലെ അംഗവൈകല്യം ഉള്ള കുട്ടികളുണ്ട്, അതേപോലെ ഓട്ടിസം ബാധിച്ച കുട്ടികൾ, ഇങ്ങനെ അതേപോലെ വയസ്സായ അനാഥ ആശ്രമത്തിൽ ഞാൻ പോകാറുണ്ട്. എൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഇതൊക്കെയാണ്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചത് ഒരു ഓർഫനേജിൽ നിന്നാണ്. എൻ്റെ ഭാര്യയ്ക്ക് അച്ഛനും അമ്മയൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം അച്ഛൻ പ്രകടിപ്പിച്ചു. അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞു. മക്കളുണ്ട് 2 പേര്. മോള് ഡിഗ്രി 3rd ഇയറാണ്, മോൻ +2 പഠിക്കുന്നു. കുട്ടികളെ രസിപ്പിച്ചും ജനങ്ങളെ രസിപ്പിച്ചും ചിരിപ്പിച്ചും ഞാൻ അതിൽ ആനന്ദം കണ്ടെത്തുന്നു. എൻ്റെ ജോബ് മുന്നോട്ട് പോയി രസകരമായി ഹാപ്പിയായി ഞാൻ ജീവിക്കുന്നു. വളരെ സന്തോഷം. എന്തായാലും ഈ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ച് നിങ്ങളൊക്കെ കാണാനും പരിചയപ്പെടാനും എൻ്റെ കലാരൂപം ഇവിടെ അവതരിപ്പിക്കാനൊക്കെ അവസരം തന്നതിന് വളരെയധികം നന്ദി. അപ്പം എന്തായാലും സെന്റർ സപ്പോർട്ടിംഗ് കമ്മിറ്റി കൺവീനർ N. വാസുദേവൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് മുഖ്യാതിഥിയായി. വിദ്യാർത്ഥികൾക്ക് പഠന കിറ്റുകൾ നൽകി. കീർത്തന ആദ്ര SSLC ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പൊതുവിദ്യാലയങ്ങളിലെ 40 ഭിന്നശേഷി വിദ്യാർത്ഥികളാണ് ഓട്ടിസം സെന്ററിൽ പരിശീലനത്തിനെത്തുന്നത്. സാഹിത്യകാരൻ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി, VPC NP പ്രിയേഷ്, V പ്രജീഷ് കുമാർ, PC ശിവശങ്കരൻ, H ശ്രീജിത്ത്, T ശ്രീലത എന്നിവർ സംസാരിച്ചു. ഒരു കൈൻ്റെ ഇവിടെ പിടിച്ചു, ഒരു കൈൻ്റെ ഇവിടെ പിടിച്ചു. 2 സൈഡും ഇദ്ദേഹം ബ്ലോക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. എനിക്ക് ഈ കൈ വിടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കണം. അപ്പോൾ 2 സൈഡും മുറുക്കി പിടിച്ചോളാം. ഈ കൈ ഞാൻ എടുക്കും. എൻ്റെ ഈ കയ്യിൽ വെച്ച മോതിരത്തിനെ ഞാൻ ഇടാണ്. 1 2 3. ഒന്ന് പൊക്കി കാണിച്ചു കൊടുത്തല്ലോ. ഈ പാനയുടെ നടുവിൽ CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ജീവാമൃതം H പ്രൊഡ്യൂസർ ഗ്രൂപ്പ് ഉദ്ഘാടനവും ക്ഷീരദിന ആഘോഷവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക ഉദ്ഘാടനം ചെയ്തു. പശു വളർത്തൽ മാത്രം ഉപജീവനമായിട്ട് ചെയ്യുന്ന കുറേ കുടുംബങ്ങളുണ്ട്. കാരണം വേറെ ഒരു വരുമാനമില്ലാതെ 3-4 പശുക്കളെ വളർത്തി അവരുടെ മക്കളുടെ വിദ്യാഭ്യാസവും മക്കളുടെ വിവാഹവും അങ്ങനെ ആ വീട്ടിലെ എല്ലാ ചിലവുകളും ഈ ഒരു പശു വളർത്തിയിട്ടാണ് ചെയ്യുന്നത് കുറേ പേര്. അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് പദ്ധതികളൊക്കെ വകയിരുത്തിക്കൊണ്ട് പാലിന്റെ ഇൻസെന്റീവ് 10 ലക്ഷം നമ്മൾ എല്ലാ വർഷവും മാറ്റി വെക്കാറുണ്ട്. പിന്നെ പശുവിന് കാലിത്തീറ്റ, കന്നുകുട്ടി പരിപാലനം, പശുവിനെ കൊടുക്കൽ, പുതിയ കർഷകർക്ക് പശുവിനെ വളർത്താൻ കൊടുക്കൽ, അങ്ങനെ ക്ഷീര സംഘത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ക്ഷീര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പിന്നെ നമ്മുടെ തൊഴിലുറപ്പ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പുല്ല് വെച്ച് കൊടുക്കൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെയും തൊഴിലുറപ്പിൻ്റെയും കുടുംബശ്രീയുടെയും സംയുക്തമായ സംവിധാനത്തിൽ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ ക്ഷീര കർഷകരുടെയും പ്രവർത്തന മികവ്, അവർക്കുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഈ പശു വളർത്തൽ മേഖലയിൽ എന്തെങ്കിലും ബോധവൽക്കരണ ക്ലാസുകൾ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ആവശ്യപ്പെടുകയും അത് നമ്മുടെ വെറ്റിനറി ഡോക്ടർ മുഖേന മൃഗസംരക്ഷണ വകുപ്പ് മുഖേന നമ്മൾ നൽകി വരാറുണ്ട്.
CDS വൈസ് ചെയർപേഴ്സൺ സുനില സ്വാഗതം പറഞ്ഞ യോഗത്തിൽ CDS ചെയർപേഴ്സൺ ടി സൗമ്യ അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസ്, വാർഡ് മെമ്പർമാരായ ലിനി, ദ്വാരകനാഥ്, പ്രദീപ് എന്നിവർ സംസാരിച്ചു. FL ബ്ലോക്ക് കോർഡിനേറ്റർ ഫസീല പദ്ധതി വിശദീകരണം നടത്തി. ഹെൽപ്പ് RP വിലാസിനി കർഷകർക്ക് ശാസ്ത്രീയ പശുപരിപാലനം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. അംഗങ്ങൾ AHCRPമാർ, CDS, ADS അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. 14 വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുത്ത മികച്ച ക്ഷീര കർഷകർക്ക് CDSന്റെ സ്നേഹാദരവ് നൽകി. CDS അക്കൗണ്ടന്റ് സുജിത പരിപാടിക്ക് നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. മലപ്പുറം ഓട്ടോ സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കൂട്ടായ്മ അംഗങ്ങളുടെ മക്കളെ ആദരിക്കുന്നു. ജൂൺ 22 വൈകിട്ട് 4 കോട്ടക്കുന്ന് വ്യാപാര ഭവനിൽ നടക്കുന്ന ചടങ്ങ് മലപ്പുറം DYSP KM ബിജു ഉദ്ഘാടനം ചെയ്യും. 4 വർഷം മുൻപ് 9 ആളുകളുമായി തുടങ്ങിയ കൂട്ടായ്മയിൽ ഇന്ന് 10,000-ഓളം മെമ്പർമാരാണ് ഉള്ളത്. മാസ്ക് ചാരിറ്റി ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇതിനോടകം 50-ൽ പരം ആളുകൾക്ക് സാമ്പത്തിക സഹായം നൽകി കഴിഞ്ഞു. നിരവധി രോഗികൾക്ക് രക്തദാനം ചെയ്യാനും കഴിഞ്ഞു. ഓട്ടോ തൊഴിൽ മേഖലയിൽ നിരവധിയായ പ്രയാസങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതു സംബന്ധിച്ച് ഗതാഗത മന്ത്രിക്ക് പരാതി നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നമ്മൾ അതുപോലെ തന്നെ കൊല്ലം തോറും SSLC +2 വിജയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങ് നടത്താറുണ്ട്. അത് ഈ വരുന്ന ജൂൺ 22-ാം തീയതി വ്യാപാര ഭവനിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട DYSP സാറുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ 9,000-ൽ പരം മെമ്പർമാരുണ്ട് നമ്മുടെ മാസ്ക് എന്ന കൂട്ടായ്മയിൽ. നമ്മുടെ കൂട്ടായ്മയിൽപ്പെട്ട അസുഖബാധിതരായ അല്ലെങ്കിൽ ആക്സിഡന്റിൽപ്പെട്ട തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായങ്ങളായിട്ട് മാസ്കിന് ചാരിറ്റി ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അമീർ, ജനറൽ സെക്രട്ടറി സലാം, ട്രഷറർ ജാബിർ, ജോയിന്റ് സെക്രട്ടറി ഷാജഹാൻ, മുഖ്യരക്ഷാധികാരി ഷമീർ എന്നിവരും സംബന്ധിച്ചു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടാമ്പി ഭാരതപ്പുഴയിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. പെരുമുടിയൂർ നമ്പ്രം സ്വദേശി കരുവാൻകുഴി മുജീബ് റഹ്മാന്റെ മകൻ 17 വയസ്സുകാരനായ മുഹമ്മദ് നാഫിയാണ് മരിച്ചത്. പെരുമുടിയൂർ പ്രദേശത്തെ ഇറിഗേഷന്റെ പമ്പ് ഹൌസിന് സമീപം ബുധനാഴ്ച വൈകിട്ടാണ് അപകടം ഉണ്ടായത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും വീണ്ടും കഞ്ചാവ് പിടികൂടി. ബാഗുകളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. 3 കിലോ 700 ഗ്രാം തൂക്കം വരുന്ന കഞ്ചാവാണ് ട്രെയിനിലെ സീറ്റിനടിയിൽ നിന്ന് കണ്ടെത്തിയത്. പോലീസ് തെളിവെടുപ്പിനിടെ പോലീസിന്റെ തോക്ക് തട്ടിപ്പറിക്കാൻ മോഷ്ടാവിന്റെ പരാക്രമം. പാലക്കാട് കൽമണ്ഡപത്ത് നടന്ന മോഷണക്കേസിൽ തെളിവെടുപ്പ് നടത്തുന്നതിനിടെ പ്രതി മണിമാരനാണ് പോലീസിന് നേരെ പരാക്രമം നടത്തിയത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ കരിങ്കലത്താണി മണലുംപുറത്ത് രൂപപ്പെട്ട വൻകുഴികൾ അപകടക്കെണിയൊരുക്കുന്നു. ചെറുതും വലുതുമായ നിരവധി കുഴികളാണ് ദേശീയപാതയിൽ രൂപപ്പെട്ടിട്ടുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 2,32,381 വോട്ടർമാർ. ഇതിൽ 7,787 പേർ പുതിയ വോട്ടർമാരാണ്. 373 പ്രവാസി വോട്ടർമാരും 324 സർവീസ് വോട്ടർമാരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.